ചരിത്രത്തിലെ ഏറ്റവും വലിയ ആദായ നികുതി ഇളവുമായി കേന്ദ്ര ബജറ്റ്. ആദായ നികുതി ഇളവിനുള്ള പരിധി 12 ലക്ഷം രൂപയാക്കി. നികുതി ഘടനയിലും മാറ്റം. 4 ലക്ഷം വരെ നികുതി ഈടാക്കില്ല. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വൻ നിരാശ. വയനാട് ചൂരൽമല ദുരന്ത മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചില്ല. കേന്ദ്ര ബജറ്റിൽ തൃശൂരിന് അവഗണന. തൃശൂരിന് കേന്ദ്രമന്ത്രിയുണ്ടായിട്ടും ഒരു പദ്ധതി പോലും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചു. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 7 രൂപ കുറച്ച് 1797 രൂപയായി. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളിലെ സമരം പിൻവലിച്ചു. പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. പെരിഞ്ഞനത്ത് കാത്തലിക് സിറിയൻ ബാങ്കിന്റെ ജനറേറ്ററിന് തീപിടിച്ചു. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനെത്തിയ താൽക്കാലിക ജീവനക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് 120 രൂപ വർദ്ധിച്ച് 61,960 രൂപയിലെത്തി. 1 ഗ്രാം സ്വർണത്തിന് 7,745 രൂപ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. മധ്യവർഗക്കാർക്കും ഇടത്തരക്കാർക്കും വലിയ ആശ്വാസം നൽകുന്ന ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. ആദായ നികുതി പരിധിയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇളവാണ് നൽകിയത്. ആദായ നികുതി പരിധി 12 ലക്ഷമാക്കി ഉയർത്തി. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതിയില്ല. ആദായ നികുതി പരിധി 12 ലക്ഷമാക്കി ഉയർത്തിയത് മധ്യവർഗക്കാർക്ക് ആശ്വാസമായി മാറി. 1 ലക്ഷം രൂപ വരെ ശമ്പളമുള്ളവർക്ക് നികുതി അടയ്ക്കേണ്ടതില്ല. 12 ലക്ഷം രൂപ ശമ്പളമുള്ളവർക്ക് 80,000 രൂപ ലാഭിക്കാം. 18 ലക്ഷം രൂപ ശമ്പളമുള്ളവർക്ക് 70,000 രൂപയും 25 ലക്ഷം രൂപ ശമ്പളമുള്ളവർക്ക് 1.1 ലക്ഷം രൂപയും ലാഭിക്കാം. വീട്ടുവാടകയിലെ നികുതി ഇളവ് പരിധി 6 ലക്ഷമാക്കി ഉയർത്തി. ആദായ നികുതി അടയ്ക്കുന്നതിലെ കാലതാമസത്തിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകില്ലെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ നികുതി നിയമം അടുത്തയാഴ്ച നിലവിൽ വരും. ന്യൂസ് ഡെസ്ക് TCV. വനിതകൾക്കും യുവാക്കൾക്കും കർഷകർക്കും പ്രാമുഖ്യം നൽകിയാണ് കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് മുഖ്യമായും ലക്ഷ്യമിടുന്നതെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. കുംഭമേള ദുരന്തത്തെ ചൊല്ലിയുള്ള പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ തുടർച്ചയായ 8ാമത്തെ ബജറ്റ് അവതരണം നടത്തിയത്. ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണെന്നും മേക്ക് ഇൻ ഇന്ത്യ കൂടുതൽ ശക്തമാക്കുമെന്നും അടുത്ത 5 വർഷം അവസരങ്ങളുടെ കാലഘട്ടമാണെന്നും ധനമന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് വൻ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. സംസ്ഥാനങ്ങളുമായി ചേർന്ന് PM ധൻധാന്യ കൃഷി യോജന പദ്ധതി 100 ജില്ലകളിൽ ആദ്യഘട്ടത്തിൽ നടപ്പാക്കും. ജലസേചന പദ്ധതികൾ മെച്ചപ്പെടുത്തും. കാർഷിക മേഖലയിൽ നൈപുണ്യ വികസനം നടപ്പാക്കുന്നതോടൊപ്പം കാർഷികോൽപാദനം മെച്ചപ്പെടുത്തും. കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് വായ്പാ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തി. ആരോഗ്യ മേഖലയ്ക്കും നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമ്മമാർക്കും 8 കോടി കുഞ്ഞുങ്ങൾക്കുമായി പോഷകാഹാര പദ്ധതി ആരംഭിക്കും. അടുത്ത 3 വർഷത്തിനുള്ളിൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ സെന്ററുകൾ ആരംഭിക്കും. മെഡിക്കൽ കോളേജുകളിൽ അടുത്ത വർഷത്തിനുള്ളിൽ 10,000 സീറ്റുകൾ വർദ്ധിപ്പിക്കും. 36 ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് നികുതിയിൽ നിന്ന് ഒഴിവാക്കും. 7 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറയും. 5 ലക്ഷം സ്ത്രീ സംരംഭകർക്കു കൂടി 2 ലക്ഷം രൂപ വരെ വായ്പ നൽകും. ഫിഷറീസ് മേഖലയ്ക്കും മത്സ്യത്തൊഴിലാളികൾക്കായും പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നഗരവികസനത്തിനായി 1 ലക്ഷം കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു. 50 ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കും. ഹോം സ്റ്റേകൾക്ക് മുദ്രാ ലോൺ നൽകും. ഇലക്ട്രിക് വാഹനങ്ങൾ, മൊബൈൽ ഫോണുകൾ, മത്സ്യ ഉൽപ്പന്നങ്ങൾ, ടെലിവിഷൻ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, മോട്ടോർ സൈക്കിൾ, USB കേബിൾ എന്നിവയ്ക്ക് വില കുറയും. ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ, നെയ്തെടുത്ത വസ്ത്രങ്ങൾ, ആഡംബര ഉൽപ്പന്നങ്ങൾ, പുകയില ഉൽപ്പന്നങ്ങൾ, കാർബൺ ബഹിർഗമനം കൂടിയ വാഹനങ്ങൾ എന്നിവയ്ക്ക് വില വർദ്ധിക്കുമെന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കടുത്ത നിരാശ. പാലക്കാട് IITയുടെ അടിസ്ഥാന വികസനത്തിനായി സഹായം മാത്രമാണ് അനുവദിച്ചത്. അതും നാമമാത്രമായ തുകയാണ്. കേരളം ആവശ്യപ്പെട്ട 24,000 കോടി രൂപയുടെ പാക്കേജ് ബജറ്റിൽ അനുവദിച്ചില്ല. കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന ആവശ്യവും നിരാകരിച്ചു. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും പ്രതീക്ഷ അസ്ഥാനത്തായി. വിഴിഞ്ഞമടക്കമുള്ള മത്സ്യബന്ധന, തുറമുഖ നവീകരണം, തീരദേശ ശോഷണം എന്നിവയ്ക്ക് ഫണ്ട് അനുവദിച്ചിട്ടില്ല. റബ്ബർ താങ്ങുവില ഉറപ്പാക്കുന്നതിലും വന്യജീവി സംഘർഷത്തിനും നടപടിയില്ല. നെല്ല് സംഭരണത്തിൽ
സപ്ലൈകോയ്ക്ക് യാതൊരു സഹായവും അനുവദിച്ചില്ല. കശുവണ്ടി, കയർ മേഖലയ്ക്കും വലിയ അവഗണനയാണുള്ളത്. എയിംസ് എന്ന കേരളത്തിന്റെ ആവശ്യവും കേന്ദ്രം അവഗണിച്ചു. സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തേക്ക് പലിശരഹിത വായ്പ അനുവദിക്കും എന്നതാണ് ഏക ആശ്വാസം. ഇതിനായി 1.5 ലക്ഷം കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കേന്ദ്ര ബജറ്റ് നിരാശാജനകമാണെന്നും കേരളത്തിന് ന്യായമായ പരിഗണന പോലും കിട്ടിയില്ലെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി കെൻ ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്ര ബജറ്റിൽ തൃശൂരിന് അവഗണന. തൃശൂരിന് സ്വന്തമായി കേന്ദ്രമന്ത്രി ഉണ്ടായിട്ടും ഒരു പദ്ധതി പോലും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. സംസ്ഥാനത്തിന് ഒരു MP-യെയും കേന്ദ്രമന്ത്രിയെയും സമ്മാനിച്ച് തൃശൂരിനായി പ്രത്യേക പദ്ധതികൾ ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. കഴിഞ്ഞ ബജറ്റിലെ പോലെ തന്നെ ഈ ബജറ്റിലും തൃശൂരിനെ പരിഗണിച്ചില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഉയർത്തിക്കാണിച്ച തീർത്ഥാടന ടൂറിസം പദ്ധതികളെല്ലാം പാഴ്വാക്കായി മാറി. പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം, ഗുരുവായൂർ, തൃപ്രയാർ, കൂടൽമാണിക്യം ക്ഷേത്രങ്ങൾക്ക് സഹായം ലഭിക്കുമെന്ന് കരുതിയെങ്കിലും നിരാശയാണ് ഫലം. വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചു. 19 കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വില 7 രൂപയാണ് കുറച്ചത്. ഇതോടെ സിലിണ്ടറിന് വില 1797 രൂപയായി. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ സമരം പിൻവലിച്ചു. പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. മാപ്രാണത്ത് റോഡ് നിർമ്മാണം നടക്കുന്നിടത്ത് എതിർദിശയിൽ ഗതാഗത നിയന്ത്രണം തെറ്റിച്ച് എത്തുന്ന വാഹനങ്ങൾ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നതായി ആരോപിച്ചാണ് ബസ് ജീവനക്കാർ പണിമുടക്കിയത്. പെരിഞ്ഞനത്ത് ബാങ്കിന്റെ ജനറേറ്ററിന് തീപിടിച്ചു. ജീവനക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പെരിഞ്ഞനം സെന്ററിൽ പ്രവർത്തിക്കുന്ന കാത്തലിക് സിറിയൻ ബാങ്കിലാണ് സംഭവം. ജനറേറ്റർ ഓൺ ചെയ്യുകയും തുടർന്ന് ശബ്ദത്തോടെ തീയും പുകയും ഉയരുകയായിരുന്നു. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനെത്തിയ താൽക്കാലിക ജീവനക്കാരൻ ഉടൻ തന്നെ അഗ്നി ശമനോപകരണം ഉപയോഗിച്ച് തീ അണച്ചുവെങ്കിലും പുക ഉയർന്നതിനെ തുടർന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി അപകട സാധ്യത ഒഴിവാക്കുകയായിരുന്നു. തീപിടുത്തത്തെ തുടർന്ന് ബാങ്കിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. ജനറേറ്ററിന്റെ തകരാറാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. ജനറേറ്റർ പൂർണ്ണമായും കത്തി നശിച്ചു. വയറിങ്ങുകൾക്കും ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് 120 രൂപ വർദ്ധിച്ച് 61,960 രൂപയിലെത്തി. 1 ഗ്രാം സ്വർണ്ണത്തിന് 7,745 രൂപയാണ്. 4 ദിവസത്തിനിടെ 1 പവൻ സ്വർണ്ണത്തിന് 1,880 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഡോളർ ശക്തമാകുന്നത് സ്വർണ്ണത്തിന്റെ ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് ആഭ്യന്തര സ്വർണ്ണവില വർദ്ധിക്കാനുള്ള കാരണമായി വിലയിരുത്തും. ഡ്രൈ ഡേ ദിനത്തിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ച മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി. വള്ളിവട്ടം ചിരട്ടക്കുന്ന് സെന്ററിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ച് മദ്യവിൽപ്പന നടത്തുകയായിരുന്ന തെക്കേ വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 14 കുപ്പികളിലായി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന 7 ലിറ്റർ മദ്യവും ആക്ടീവ സ്കൂട്ടറും മദ്യം വിറ്റ് ലഭിച്ച 1,560 രൂപയും കസ്റ്റഡിയിലെടുത്തു. ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SSF സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ലഹരി സൈബർ ക്രൈം വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കൊക്കാലയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കമ്മീഷണർ ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ സമരത്തിൽ SSF ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി ഖാദരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സ്വാദിഖ് നിസാമി, കേരള മുസ്ലിം ജമാഅത്ത് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PU അലി, സുന്നി യുവജന സംഘം ജില്ലാ സെക്രട്ടറി PSM റഫീഖ്, SSF പ്രവർത്തക സമിതി അംഗങ്ങളായ അബ്ബാസ് സക്കാഫി, അബ്ദുൽ ബാരി ബുഖാരി, ജില്ലാ ജനറൽ സെക്രട്ടറി KM അനസ്, സെക്രട്ടറി മൊഹസിൻ റബ്ബാനി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് വിദ്യാർത്ഥികൾ മാർച്ചിൽ പങ്കെടുത്തു. പുത്തൂർ മാന്നാമംഗലത്ത് മലയണ്ണാന്റെ ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. മാന്നാമംഗലം സ്വദേശി വൈനിലത്തിൽ മത്തായിക്കാണ് കുരുമുളക് പറിക്കുന്നതിനിടെ മലയണ്ണാന്റെ കടിയേറ്റത്. 2ാം തവണയാണ് മത്തായിക്ക് മലയണ്ണാന്റെ കടിയേൽക്കുന്നത്. കുപ്രസിദ്ധ ഗുണ്ട തീക്കാറ്റ് സാജനെ ഇന്ന് തൃശൂരിലെത്തിക്കും. ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ ഹൈദരാബാദിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ജൂലൈയിൽ തേക്കിങ്കാട് മൈതാനിയിൽ ആവേശ മോഡൽ പിറന്നാൾ ആഘോഷം നടത്താനൊരുങ്ങിയ സാജന്റെ നീക്കം പോലീസ് പൊളിച്ചിരുന്നു. ഈ വൈരാഗ്യത്തിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും കമ്മീഷണർ ഓഫീസും ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണി മുഴക്കിയ സാജൻ പിന്നീട് ഒളിവിൽ പോകുകയായിരുന്നു. പുത്തൂർ സ്വദേശിയായ സാജൻ 2 വധശ്രമം ഉൾപ്പെടെ 14 കേസുകളിൽ പ്രതിയാണ്. നാടോടി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവിന് പോക്സോ കോടതി ഇരട്ട ജീവപര്യന്തവും 1,10,10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. നാടോടി വിഭാഗത്തിൽപ്പെട്ട
മുത്തനെയാണ് കൊടുങ്ങല്ലൂർ അതിവേഗ പോക്സോ കോടതി ജഡ്ജി വി വിനീത ശിക്ഷിച്ചത്. ജീവപര്യന്തം എന്നാൽ ജീവിതകാലം മുഴുവനും ശിക്ഷ അനുഭവിക്കണമെന്നും വിധിയിൽ പറഞ്ഞു. പിഴ സംഖ്യ അതിജീവിതയ്ക്ക് നൽകണം. നാടോടി വിഭാഗത്തിൽപ്പെട്ട 12 വയസ്സുള്ള കുട്ടിയും കുടുംബവും എടമുട്ടം SN സെന്ററിനടുത്തുള്ള പീഡിക വരാന്തയിൽ അന്തി ഉറങ്ങുമ്പോൾ പീഡിപ്പിച്ചെന്നാണ് കേസ്. 2022 മെയ് മാസത്തിലായിരുന്നു സംഭവം. തിരുവല്ലാമല എരവത്തൊടി പാടശേഖരത്തിലെ 8 ഏക്കറോളം നെൽകൃഷി കർഷകർ ഉപേക്ഷിച്ചു. ജലലഭ്യത ഇല്ലാതായതോടെ കർഷകർ കൃഷി ഉപേക്ഷിക്കുകയായിരുന്നു. പകുതി വളർച്ചയെത്തിയ സമയത്തായിരുന്നു വെള്ളക്ഷാമം മൂലം കൃഷി ഉപേക്ഷിക്കേണ്ടി വന്നത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായിട്ടുള്ളത്. ബന്ധപ്പെട്ട വകുപ്പുകൾ കർഷകർക്ക് വെള്ളം ലഭിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയില്ലെന്ന് കർഷകനായ രാജീവ് പറഞ്ഞു. ലോകത്ത് ലഭ്യമാകുന്ന അന്തസ്സുറ്റ തൊഴിലവസരങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച അക്കാദമിക് മുന്നേറ്റ പരിപാടിയായ സംസ്ഥാനതല മികവുത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിരവധി പദ്ധതികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. കൃഷി, ആരോഗ്യം തുടങ്ങി സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന തരത്തിൽ വിദ്യാർത്ഥികളും വിദ്യാലയങ്ങളും മാറണമെന്നും മന്ത്രി പറഞ്ഞു. അസോസിയേഷൻ പ്രസിഡന്റ് സി സുധീഷ് അധ്യക്ഷത വഹിച്ചു. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ ബദ്രുനീസ, കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉയർന്ന നിലവാരമുള്ള മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സമൂഹസ്പർശിയായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു നിര പദ്ധതികളാണ് KSCA ഏറ്റെടുക്കുന്നത്. എരുമപ്പെട്ടി പുഴയിൽ അറവ് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. പഴവൂർ പാലത്തിന് താഴെയാണ് ഇന്ന് പുലർച്ചെ അറവ് അവശിഷ്ടങ്ങൾ തള്ളിയത്. പ്ലാസ്റ്റിക് കവറുകളിലാക്കിയാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. പാലത്തിനും ആറാട്ടുകടവ് തടയണയ്ക്കും സമീപം അറവ് അവശിഷ്ടങ്ങൾ തള്ളുന്നത് പതിവായിരിക്കുകയാണ്. പരിസരവാസികൾ വേനലിൽ തുണി അലക്കുന്നതിനും കുളിക്കുന്നതിനും ഈ കടവുകളെയാണ് ആശ്രയിക്കുന്നത്. ഓർഫനേജ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കുരിയച്ചിറയിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, R സജീവൻ, ഡോക്ടർ റോസക്കുട്ടി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ 707 വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്നതായി കണക്കുകൾ. സർക്കാരിന്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 17 വൃദ്ധസദനങ്ങൾ. 34 ഫോമുകൾ മാത്രമാണ് ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗീകാരമുള്ള 690 വൃദ്ധസദനങ്ങൾ, 67 അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും സംരക്ഷണ കേന്ദ്രങ്ങൾ, 26 ദത്തെടുക്കൽ കേന്ദ്രങ്ങൾ, 19 യാചകവൃത്തി ചെയ്തിരുന്നവരെ സംരക്ഷിക്കുന്നതിനുള്ള ഹോമുകൾ, 306 ഭിന്നശേഷി മാനസിക രോഗ പുനരധിവാസ കേന്ദ്രങ്ങൾ, 44 പാലിയേറ്റീവ് കെയർ സെന്ററുകൾ, അതുപോലെ HIV, കുഷ്ഠരോഗ, ക്ഷയരോഗ പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം പ്രവർത്തിച്ചു വരുന്നത് വിവിധങ്ങളായിട്ടുള്ള ഏജൻസികളുടെ കീഴിലാണ്. ഓർഫനേജ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം കുരിയച്ചിറയിൽ ഉദ്ഘാടനം ചെയ്യവേ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് കണക്കുകൾ വ്യക്തമാക്കിയത്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 17 വൃദ്ധസദനങ്ങൾ ഉൾപ്പെടെ 34 സ്ഥാപനങ്ങളാണ് നേരിട്ട് നിയന്ത്രണത്തിലുള്ളത്. ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗീകാരമുള്ള 690 വൃദ്ധസദനങ്ങൾ കേരളത്തിലുണ്ട്. 67 അമ്മയും കുഞ്ഞും സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്. 19 യാചകവൃത്തി സംരക്ഷണ ഹോമുകൾ, 306 ഭിന്നശേഷി മാനസികരോഗ പുനരധിവാസ കേന്ദ്രങ്ങൾ, 44 പാലിയേറ്റീവ് കെയർ സെന്ററുകൾ എന്നിവ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. ഇതിനു പുറമെ HIV, കുഷ്ഠരോഗ, ക്ഷയരോഗ പുനരധിവാസ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നു. നിരാലംബരായ ജീവിതങ്ങളെ സംരക്ഷിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ വിലമതിക്കാനാവാത്ത സേവനമാണ് സമൂഹത്തിന് ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. വാക്കുകൾ കൊണ്ട് വിലമതിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തീർച്ചയായും ഏറ്റവും നിറഞ്ഞ ഹൃദയത്തോടെ അംഗീകരിക്കുകയാണ്. TCV തൃശൂർ. വെള്ളാങ്കല്ലൂർ കോണത്തുകുന്ന് ഗവൺമെന്റ് UP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് BR സുനിൽകുമാർ MLA നിർവഹിച്ചു. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി അധ്യക്ഷത വഹിച്ചു. സിനിമാ സംവിധായകൻ ജിതിൻ രാജ്, ബാലതാരങ്ങളായ മാസ്റ്റർ ഡാവിൻജി സന്തോഷ്, മാസ്റ്റർ നീരജ് കൃഷ്ണ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KB ബിനോയ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹസീന റിജാസ് എന്നിവർ സന്നിഹിതരായിരുന്നു.
കെ കരുണാകരൻ സ്മാരക മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ നിയമിക്കാൻ മാള പഞ്ചായത്ത് 6 ലക്ഷം രൂപ അനുവദിച്ചു. വൈകിട്ട് ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുന്നതിനായാണ് പരിഗണന നൽകുന്നത്. ഇപ്പോൾ അനുവദിച്ച ഫണ്ട് അപര്യാപ്തമാണെങ്കിൽ മാള ബ്ലോക്ക് പഞ്ചായത്തുമായി കൂടിയാലോചിച്ച് യുക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പറഞ്ഞു. പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലേക്ക് ഡോക്ടർ നിയമനം. ഒട്ടനവധി രോഗികൾ അവിടെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉച്ച കഴിഞ്ഞും കൂടി നമുക്ക് ഉച്ചവരെയാണ് ഡോക്ടറുടെ സേവനമുള്ളൂ. ഉച്ച കഴിഞ്ഞും കൂടി ഒരു ഡോക്ടറെ വയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ 6 ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. അതിന് നമുക്ക് DPC അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാനും, അതെല്ലാം ഈ ഫണ്ട് പോരായിക വരാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കതിൽ ഇത്രേ വയ്ക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമാവലി വരാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് സഹകരിച്ച് സംയുക്ത പ്രൊജക്റ്റായിട്ടും വെച്ച് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ വർഷം തന്നെ അത് നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി ഒരുമിച്ച് നീങ്ങുന്നത്. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വൈകിട്ട് ഡോക്ടറെ നിയമിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ഷാണ്ടി ജോസഫ് തട്ടകത്ത് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് പരാതിയിൽ നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശം നൽകുകയുമായിരുന്നു. ഓരോ ദിവസവും ശരാശരി 500ഓളം രോഗികളാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. താൽക്കാലികമായി ഡോക്ടറെ നിയമിക്കാൻ തീരുമാനിച്ചത് ആശ്വാസമാകുന്നെങ്കിലും സ്ഥിരം നിയമനത്തിനായി നിയമ നടപടി തുടരുമെന്ന് പരാതിക്കാരൻ പറഞ്ഞു. അരിമ്പൂർ മഹാത്മാ ഗ്രന്ഥശാലയിൽ നിന്ന് പത്രങ്ങൾ മോഷണം പോകുന്നത് പതിവാകുന്നു. പരാതികൾ ഉയർന്നതോടെ ഗ്രന്ഥശാലയ്ക്ക് സമീപത്ത് ക്യാമറ സ്ഥാപിച്ച് പരിശോധിച്ചതിൽ 2 പേരാണ് പത്രങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് കണ്ടെത്തി. 10 പത്രങ്ങൾ വരെ ഒരുമിച്ച് മോഷണം നടത്തുന്ന സാഹചര്യത്തിലാണ് നിരീക്ഷണം നടത്തിയത്. CCTVയിൽ നിന്ന് ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരാളെ വിളിച്ച് താക്കീത് നൽകി. തൽക്കാലം പോലീസിൽ പരാതി നൽകേണ്ടതില്ലെന്ന നിലപാടിലാണ് പഞ്ചായത്ത് അധികൃതർ. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ കീഴിൽ RKSK പദ്ധതിയുടെ ഭാഗമായി പിയർ എഡ്യൂക്കേറ്റർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ബ്ലോക്ക് തല ത്രിദിന പരിശീലനം നൽകി. സ്കൂളുകളിൽ ആരോഗ്യ സംബന്ധമായ ഇടപെടലുകൾ നടത്തുന്നതിന് ലക്ഷ്യമിട്ട് പെരിഞ്ഞനം ഹെൽത്ത് ബ്ലോക്കിന് കീഴിൽ വരുന്ന വിവിധ സ്കൂളുകളിൽ നിന്ന് 50 വിദ്യാർത്ഥികളെയാണ് കുട്ടി ഡോക്ടർമാരായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ET ടൈസൺ MLA ത്രിദിന പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK വത്സമ്മ, പെരിഞ്ഞനം CHSE സൂപ്രണ്ട് സാനു M പരമേശ്വരൻ, ഹെൽത്ത് സൂപ്പർവൈസർ VS രമേശ് എന്നിവർ സംസാരിച്ചു. തെക്കുംകര പഞ്ചായത്തും തൃശൂർ ജില്ലാ വ്യവസായ വാണിജ്യ വകുപ്പും ചേർന്നൊരുക്കുന്ന മച്ചാട് കാർണിവൽ സീസൺ 3യുടെ സ്റ്റാളുകൾക്കുള്ള കാൽനാട്ടൽ നടന്നു. SIFL ഡയറക്ടർ മേരി തോമസ് കാൽനാട്ടൽ നിർവഹിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PR രാധാകൃഷ്ണൻ, വ്യവസായ വാണിജ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ KS കൃപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ക്ഷേത്രോത്സവം ഈ മാസം 12-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 7-ന് ഉത്സവത്തിന് കൊടിയേറും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സാഹിത്യകാരൻ പ്രസാദ് കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 18 ഗജവീരന്മാർ അണിനിരക്കും. തുടർന്ന് വിവിധ കലാരൂപങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടെ പകൽ പൂരത്തിന് സമാപനമാകും. ഭാരവാഹികളായ മനോജ് മേത്താനത്ത്, പ്രദീപ് കരുമത്തിൽ, KV രാമകൃഷ്ണൻ, സദാനന്ദൻ താമരശ്ശേരി, സന്തോഷ് താണിയിൽ, PG സൂര്യ നാരായണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി തിരുഹൃദയ ഫെറോന ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ എന്നിവർ കാർമ്മികരായി. കൈക്കാരന്മാരായ MV ഷാൻഡോ, TS ജെയ്സൺ, TO ഷൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. നാളെയാണ് തിരുനാൾ. സോഷ്യലിസ്റ്റ് നേതാവും ജില്ലാ കൌൺസിൽ അംഗവുമായിരുന്ന പൌലോസ് താക്കോൽക്കാരന്റെ 32ാം അനുസ്മരണ ദിനം RJD ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ചാലക്കുടി സൌത്ത് ജംഗ്ഷനിലെ താക്കോൽക്കാരൻ സ്ക്വയറിൽ അനുസ്മരണ സമ്മേളനം RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറോലി ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം സെക്രട്ടറി CA തോമസ് അധ്യക്ഷത വഹിച്ചു. ജോസ് പൈനാടത്ത്, പോൾ പുല്ലൻ, ജോർജ് V ഐനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. മണലിത്ര അയ്യപ്പൻകാവിൽ വടക്കുംവാതിൽ ഗുരുതി ഭക്തിസാന്ദ്രമായി. അഷ്ടമംഗല പ്രശ്നപരിഹാരാർത്ഥമാണ് വടക്കുംവാതിൽ ഗുരുതി നടത്തിയത്. ക്ഷേത്രം തന്ത്രി പാനാവൂർ ദിവാകരൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു.
ആലപ്പാട് പൊറത്തൂർ സെന്റ് ആണീസ് പള്ളിയിലെ സംയുക്ത തിരുനാൾ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ പൊതുപ്രവർത്തകൻ ഷൈജു സായിറാം നിർവഹിച്ചു. വികാരി ഫാദർ ജോയ് മുരിങ്ങാത്തേരി, ജനറൽ കൺവീനർ CI ബിജു, കൈക്കാരന്മാരായ AR ജോസ്, AL ചർച്ചിൽ എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ദിനമായി നാളെ ദിവ്യബലി, പ്രദക്ഷിണം എന്നിവയുമുണ്ടാകും. തൃശൂർ ജില്ലാ പഞ്ചായത്തും വെങ്കടങ്ങ് പഞ്ചായത്തും സംയുക്തമായ 12ാം വാർഡിൽ നിർമ്മിച്ച മഹാത്മാഗാന്ധി റോഡ് തുറന്നു നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, RV മൊയ്നുദ്ദീൻ, പൂർണിമ മോഹൻ, ചാന്ദിനി വേണു തുടങ്ങിയവർ സംസാരിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് ചാത്തകുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പൂരം പത്രിക പ്രകാശനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ MP മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടാലത്ത് എന്നിവർ ചേർന്ന് MLA KK രാമചന്ദ്രന് പത്രിക നൽകി പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്രം ഊരാളൻ, തന്ത്രിമാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർ, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. കടവല്ലൂർ രാമസ്വാമി ക്ഷേത്രത്തിലെ ഭീമ ഏകാദശിക്ക് തുടക്കമായി. 10 ദിവസങ്ങളായി നടത്തുന്ന ചടങ്ങുകളിൽ വിശേഷാൽ പൂജകൾ, മേളത്തോടെയുള്ള ശീവേലി, ദേശക്കാർ നടത്തുന്ന ഏകാദശി വിളക്ക് തുടങ്ങിയവയുണ്ടാകും. ഏകാദശി സംഗീതോത്സവം 6-ന് വൈകിട്ട് സദനം ഹരികുമാർ ഉദ്ഘാടനം ചെയ്യും. 8-ന് രാവിലെ 7:30-ന് നടത്തുന്ന ഏകാദശി വിളക്ക് ശീവേലിക്ക് പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ മേളവും ഉണ്ടാകും. 9-ന് നടത്തുന്ന ദ്വാദശി വേലയോടെ ഏകാദശിക്ക് സമാപനമാകും. മുരിയാട് പഞ്ചായത്തിന്റെ 3ാം 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂളിൽ സാനിറ്റേഷൻ കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. മുരിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ദേവി തറക്കല്ലിടൽ നിർവഹിച്ചു. വാർഡ് മെമ്പർ K വൃന്ദകുമാരി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ശ്രീജിത്ത് പട്ടത്ത്, PTA പ്രസിഡന്റ് TS മനോജ് കുമാർ, പ്രധാന അധ്യാപകൻ T അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് പാടിയം എടത്തിരുത്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 14ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവരവും നടന്നു. ക്ഷേത്ര കവാടത്തിൽ നിന്ന് രുക്മിണി സ്വയംവര ഘോഷയാത്ര പുറപ്പെട്ട് ഘോഷയാത്ര പര്യവസാനിച്ചു. ഉത്തരമങ്ങാട്ടുകരയുടെ കൈകൊട്ടിക്കളി അരങ്ങേറി. യജ്ഞാചാര്യ സുനന്ദ K കോലഴി, സഹയജ്ഞാചാര്യ K ചന്ദ്രിക, ലക്ഷ്മി സുരേഷ്, ആത്രേശ്വരി മന, മുരളീധരൻ നമ്പൂതിരി, മണികണ്ഠൻ പുളിക്കത്ര തുടങ്ങിയവർ നേതൃത്വം നൽകി. കടപ്പുറം വട്ടേക്കാട് അഷേഖ് ബർദാൻ തങ്ങളുടെ ചന്ദനക്കുട നേർച്ചയ്ക്ക് കൊടിയേറി. വൈകിട്ട് 18 കാഴ്ചകൾ പള്ളി അങ്കണത്തിലെത്തിച്ചേരും. ആഘോഷ കമ്മിറ്റി ചെയർമാൻ N അലിമോൻ, മഹല് കമ്മിറ്റി പ്രസിഡന്റ് RK ജമാലുദ്ദീൻ എന്നിവർ കൊടിയേറ്റം നിർവഹിച്ചു. V മൊയ്തു, EV കബീർ, RP ബക്കർ, RO ബക്കർ, A അബ്ദുള്ള മോൻ എന്നിവർ നേതൃത്വം നൽകി. പെരിഞ്ഞനം പഞ്ചായത്തിലെയും പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും പാലിയേറ്റീവ് രോഗികളുടെ കുടുംബസംഗമവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ER ഷീല, ഹേമലത രാജ്കുട്ടൻ, സായിദ മുത്തുക്കോയ് തങ്ങൾ, ഡോക്ടർ ഫിജു തുടങ്ങിയവർ സംസാരിച്ചു.
പാഴിയോട്ടുമുറി ശ്രീ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വേലപ്പൂര മഹോത്സവം ആഘോഷിച്ചു. 2 ഗജവീരന്മാരുടെയും മേളത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം, നാദസ്വരം, കാവടി, തെയ്യം, ശിങ്കാരിമേളം, കാളവേല, കരിങ്കാളിപ്പട തുടങ്ങിയ കലാരൂപങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കരിയന്നൂർ താര കമ്മിറ്റിയുടെയും ശ്രീ ദുർഗ കുടുംബശ്രീ താല കമ്മിറ്റിയുടെയും ചുള്ളിവളപ്പിൽ താല കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ താലമുണ്ടായിരുന്നു. തിരുവല്ലാമല വില്വാതിരിനാഥ ക്ഷേത്രത്തിൽ ഈ മാസം നടക്കുന്ന ലക്ഷാർച്ചന ഏകാദശി മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. വില്വാതിരിനാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം എം. പി. മുരളീധരൻ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എ. ബി. ദിവാകരന് ബ്രോഷർ നൽകി പ്രകാശനം നിർവഹിച്ചു. ഈ മാസം 24-നാണ് പ്രസിദ്ധമായ ഏകാദശി മഹോത്സവം. 15-ന് ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം എം. പി. മുരളീധരൻ നിർവഹിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എസ്. ആർ. ഉദയകുമാർ, സെക്രട്ടറി പി. ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ കെ. സുനിൽ കർത്ത, ദേവസ്വം മാനേജർ എസ്. വിജയകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ജില്ലാ പഞ്ചായത്തും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന വിജ്ഞാനോത്സവത്തിന്റെ ഭാഗമായി വാടാനപ്പള്ളി പഞ്ചായത്തിലെ 11 സ്കൂളുകളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ച് സയൻസ് ക്രീം ക്ലാസ് നടത്തി. വാടാനപ്പള്ളി GHSS പ്രിൻസിപ്പാൾ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ ഹമീദ് അധ്യക്ഷത വഹിച്ചു. കവിയേങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി, അധ്യാപിക ഷീമ, CS സജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി വോളിബോൾ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. വോളിബോൾ പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇ. ടി. ടൈസൺ MLA നിർവഹിച്ചു. PTA പ്രസിഡന്റ് CB അബ്ദുൾ സമദ് അധ്യക്ഷനായി. മുൻ വോളിബോൾ താരം ഷിഹാബ് കാവുങ്ങൽ, പ്രധാന അധ്യാപിക NS ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. ആ പ്ലാൻ തയ്യാറാക്കിയതിന്റെ ചുറ്റുവട്ടത്തുനിന്ന് പോലും അതിനാവശ്യമായ മുഴുവൻ സഹായം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ MLA എന്നതിൽ ഞാൻ ഏറ്റു. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. മെറിറ്റ് ഡേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം SHO M. ഷാജഹാൻ, എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, പ്രിൻസിപ്പൽ PK ശ്രീജിഷ തുടങ്ങിയവർ സംസാരിച്ചു. നന്നായി പഠിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന തൃക്കൂർ നന്മ വയോജന സൗഹാർദ്ദ വേദിയുടെ നേതൃത്വത്തിൽ നേത്ര പരിശോധന ക്യാമ്പും രക്തനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ വാർഷികാഘോഷം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് മെമ്പർമാരായ സ്വപ്ന പ്രദീപ്, MK ജോസ്, NP അജയൻ, സുധീഷ് പറമ്പിൽ, PTA പ്രസിഡന്റ് OV ഷനോഷ്, TG കണ്ണൻ, പ്രധാന അധ്യാപിക KM ശ്രീജാബായ് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറും എല്ലാം ഞങ്ങളുടെ സ്കൂളിൻ്റെ വികസനത്തിനു വേണ്ടി Standard 5.
എച്ചിപ്പാറയിൽ വീടിന് നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ നിന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. എച്ചിപ്പാറ സ്വദേശി തവരംകുന്നത്ത് ബഷീറിന്റെ വീടിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. വീടിന്റെ ജനൽ കാട്ടാന തകർത്ത നിലയിലാണ്. വീട്ടുകാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് കാട്ടാനയുടെ ആക്രമണം. ശബ്ദം കേട്ട വീട്ടുകാർ എണീറ്റ് മുറിയിൽ നിന്ന് മൂടിമാറി. ബഷീറിന്റെ വീട്ടുപറമ്പിലെ വാഴകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഭീതി ഒഴിയാതെയാണ് ഈ കുടുംബം ഓരോ രാത്രിയും കഴിച്ചുകൂടുന്നത്. ഒരാഴ്ച മുൻപ് ഇവരുടെ വീട്ടിലെ തൊഴുത്ത് ആന തകർത്തിരുന്നു. സമീപത്തെ വീട്ടിലെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങും ആന പിഴുതെടുത്തിരുന്നു. മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും വീട്ടുടമ ആവശ്യപ്പെട്ടു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകളിലേക്ക്. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 7,700 രൂപ, പവന് 61,600 രൂപ, വെള്ളി ഗ്രാമിന് 101 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,369 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്രത്തിലെ ഏറ്റവും വലിയ ആദായ നികുതി ഇളവുമായി കേന്ദ്ര ബജറ്റ്. ആദായ നികുതി ഇളവിനുള്ള പരിധി 12 ലക്ഷം രൂപയാക്കി. നികുതി ഘടനയിലും മാറ്റം. 4 ലക്ഷം രൂപ വരെ നികുതി ഈടാക്കില്ല. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വൻ നിരാശ. വയനാട് ചൂരൽമല ദുരന്ത മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചില്ല. കേന്ദ്ര ബജറ്റിൽ തൃശൂരിന് അവഗണന. തൃശൂരിന് കേന്ദ്രമന്ത്രി ഉണ്ടായിട്ടും ഒരു പദ്ധതി പോലും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചു. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 7 രൂപ കുറച്ച് 1,797 രൂപയാണ്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ സമരം പിൻവലിച്ചു. പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. പെരിഞ്ഞനത്ത് കാത്തലിക് സിറിയൻ ബാങ്കിന്റെ ജനറേറ്ററിന് തീപിടിച്ചു. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനെത്തിയ താൽക്കാലിക ജീവനക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് 120 രൂപ വർദ്ധിച്ച് 61,960 രൂപയിലെത്തി. 1 ഗ്രാം സ്വർണത്തിന് 7,745 രൂപ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.